ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വസല്ലിം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ഈ ഒരു എപ്പിസോഡിലും നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാനനായ പ്രൊഫസർ കെ പി സയ്യിദ് സാറാണ്. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകൾ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സമൂഹത്തിൽ മനുഷ്യർ ഓരോ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമ്മളൊക്കെ നിർവഹിക്കേണ്ട നമ്മുടെ ബാധ്യതകളെക്കുറിച്ച്, കടപ്പാടുകളെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നതിനെക്കുറിച്ച് ഇതിനൊക്കെയാണ് നമ്മൾ ചർച്ച എടുക്കാറുള്ളത്. ഇന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയേണ്ട വളരെ പ്രധാനമായൊരു വിഷയത്തിലേക്കാണ് സ്നേഹക്കൂട് നിങ്ങളെ ക്ഷണിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ബഹുമാനനായ സയ്യിദ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. സയ്യിദ് സാർ, കഴിഞ്ഞ ഈ ഒരു 3-4 ദിവസങ്ങളിലായി, ഈ ഒരാഴ്ചയായിട്ട് ചർച്ച ചെയ്യുന്നത് ക്യാമ്പസുകളിലെ ക്രൂരമായ റാഗിങ്ങിനെ കുറിച്ചാണ്. അപ്പം അതിനെക്കുറിച്ച് ഈ ഒരു സമയത്ത് ആസ് എ കൗൺസിലർ എന്നുള്ള നിങ്ങളുടെ ഒരു അനുഭവം വെച്ച് എന്തുകൊണ്ടിത് കൂടുന്നു, എന്താണതിന് പരിഹാരം, നമ്മുടെ മക്കൾക്കൊക്കെ ഒരു സുരക്ഷിതമായ പഠനാന്തരീക്ഷം ലഭിക്കേണ്ടതില്ലേ, അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ റാഗിങ് കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവാൻ, പണ്ടുണ്ടായിരുന്നു, പിന്നെ ഇടക്കാലത്ത് അത് നിന്നിരുന്നു. പക്ഷെ പണ്ടത്തെ റാഗിങ്ങിനേക്കാളൊക്കെ അപേക്ഷിച്ച് ക്രൂരമായ രൂപത്തിലേക്ക്, ഒരു മനുഷ്യത്വരഹിതമായ രൂപത്തിലേക്ക് അത് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് പേടി കൊണ്ട് പലപ്പോഴും ഇരയാകുന്ന ആളുകൾ, കുട്ടികൾ പറയുന്നില്ല. മറ്റുള്ള ക്യാമ്പസുകളിൽ ഉണ്ടോ നമുക്കറിയില്ല. പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ മറ്റു ക്യാമ്പസുകളിൽ വരുന്ന റാഗിങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുകയാണ്. സോ അതിൻ്റെ ഒരു ആമുഖത്തോട് കൂടിയിട്ട് നമുക്കൊന്ന് ആരംഭിക്കാൻ വിചാരിക്കുന്നു. റാഗിങ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചത്. റാഗിങ് എന്നുള്ളത് അതിൻ്റെ ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ ഒരു നമുക്ക് പറയാം പാരൻ്റൽ നെഗ്ലക്റ്റ് അല്ലെങ്കിൽ പാരൻ്റൽ അബ്യൂസ്. ഇത്തരത്തിലുള്ള ഒരു വലിയ കാരണം അതിൻ്റെ പിന്നിലുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. ക്രിമിനൽ വാസന ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. റാഗിങ് എന്നുള്ളത് അതിൻ്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ്. അതായത് രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ മക്കളെ വളർത്തുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പല സ്നേഹക്കൂട് പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്. അതായത് കുട്ടി ബാല്യകാലം തൊട്ട് വളർത്തപ്പെടുന്ന ഘട്ടത്തിൽ അവർ കേൾക്കുന്ന, അല്ലെങ്കിൽ അവർ പരിചയിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡിനെയും അവരുടെ മനോഭാവത്തെയൊക്കെ രൂപീകരിക്കുന്നത്. ഈ കുട്ടികൾക്ക് വീട്ടിൽ പാരൻസിൽ നിന്ന് കിട്ടേണ്ട ഒരു കെയറിങ്, സ്നേഹം, തലോടൽ, സുരക്ഷിതത്വ ബോധം, ഇത് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പാരൻസ് കുട്ടികളെ അവഗണിക്കുമ്പോൾ, കുട്ടികളുണ്ട് പക്ഷേ കുട്ടികളോടുള്ള കടമകളൊന്നും കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല. ആരാണ് എൻ്റെ കുട്ടി, ആ കുട്ടിയുടെ വ്യക്തിത്വം എന്താണ്, ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ കുട്ടിയുടെ വളർച്ചയിൽ രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങൾ, ഓരോ ഏജിനും ഓരോ പ്രായത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ടല്ലോ. ഗർഭധാരണം നിർവഹിക്കുന്ന ഘട്ടം തന്നെ ഉപ്പയും ഉമ്മയും തമ്മിൽ ഉണ്ടാവുന്ന മാനസികമായ അടുപ്പം, അത് ഈ കുട്ടിയുടെ വളർച്ചയെ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ സാരമായി സ്വാധീനിക്കുന്നുണ്ട്. ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ഉമ്മയും ഉപ്പയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉള്ള, അല്ലെങ്കിൽ അവർ തമ്മിൽ കലഹിക്കുന്ന ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഈ കുട്ടി പുറത്തേക്ക് വരുന്നത്. അവൻ്റെ ബ്രെയിനിൽ അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പിന്നീടുള്ള ദിവസങ്ങളിലും വളർച്ചയുടെ ഘട്ടങ്ങളിലും കുട്ടി അത്തരത്തിലുള്ള നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ അനുഭവിക്കുന്ന പാരൻ്റൽ നെഗ്ലക്റ്റാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ കുട്ടിയെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മാനസിക സ്വാസ്ഥ്യം കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് ഇത്തരം ക്രിമിനൽ വാസനകൾ ഇന്ന് വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്.
ചരിത്രത്തിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയൊരു കാര്യം, ചരിത്രത്തിൽ ഏറ്റവും ക്രൂരനായ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഹിറ്റ്ലർ എന്നുള്ളൊരു മറുപടിയാണ് ഒട്ടുമിക്ക ആളുകളും പറയാറുള്ളത്. ഹിറ്റ്ലറിനെ ആ രൂപത്തിലുള്ളൊരു ക്രൂരതയിലേക്ക് എത്തിച്ചത് നിങ്ങൾ ഈ പറഞ്ഞൊരു കാരണമാണെന്നുള്ളതാണ്. അമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ വളരെ ക്രൂരമായിട്ട് അവനെ അടിക്കുകയും രണ്ടാനമ്മ അതിനു വേണ്ടി സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറയണത്. ചരിത്രത്തിൽ വായിക്കപ്പെട്ട കാര്യങ്ങളാണത്. അതെ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഹിറ്റ്ലറിനെ അതുപോലെയുള്ള അല്ലേ എന്തിനേയും തച്ചുടക്കാനും അതുപോലെ തന്നെ മനുഷ്യരെ കൊന്നൊടുക്കുന്നതൊരു നിസ്സാരമായ കാര്യത്തിലേക്ക് എത്തിച്ചെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പാരൻറ്റിങ് എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ക്രൂരമായ റാഗിങ് നടത്തുന്ന മക്കളെ വാർത്തെടുക്കുന്നതിൽ രക്ഷിതാക്കൾക്കും വലിയൊരു പങ്കുണ്ട്. അവിടെ ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് ഗർഭധാരണം തൊട്ട് ആ കുട്ടി വളർന്നു വരുമ്പോഴൊക്കെ ഇടപെടേണ്ടതുപോലെ ഇടപെടേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ബഹുമാനനായ സർ നമ്മളോട് പറഞ്ഞത്. സർ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. പാരൻ്റൽ ഇഷ്യൂസ് പലപ്പോഴും ഇതിന് കാരണമാവുന്നു, നിമിത്തമാവുന്നു. അതുപോലെ തന്നെ ധാർമ്മികമായ ഒരു ശിക്ഷണം അല്ലേ, അതായത് മൂല്യം, ശരിയും തെറ്റും, കരുണ, ആർദ്രത, സ്നേഹം, അലിവ്, മറ്റുള്ളവരോട് ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുക, ഇതൊക്കെ ചെറുപ്പം തൊട്ട് കുട്ടി ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. അത് പ്രധാനമായിട്ടും റോൾ മോഡലാവുന്ന ആരാണ്? പാരൻസാണ്. അതായത് ഈ കുട്ടി വളർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ മാതാപിതാക്കൾ ചുറ്റുപാടുള്ള സമൂഹത്തോടും കുടുംബത്തോടും വളരെ ആർദ്രതയോടുകൂടി, സ്നേഹത്തോടുകൂടി, അലിവോടുകൂടി, ദയയോടുകൂടി പെരുമാറുന്ന ആ ബാലപാഠങ്ങൾ ആ കുട്ടിയെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും. അതുപോലെ തന്നെ മതപരമായ ശിക്ഷണം അല്ലേ. ഇപ്പോൾ മദ്രസയിലൊരു കുട്ടിയെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ നീ ധാർമ്മികമായ സനാതന മൂല്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടി മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതിൻ്റെ, മറ്റുള്ളവരെ പരിഗണിക്കേണ്ടതിൻ്റെ, മറ്റുള്ളവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചെറുപ്പം തൊട്ട് പഠിക്കുകയാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് അത് പഠിക്കുമ്പോൾ കുട്ടിക്ക് ശരിയേത് തെറ്റേത് എന്ന് വിവേചിച്ചറിയാനും അത് അവൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ആനന്ദമുണ്ട് അല്ലേ. മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ആളുകൾക്ക് വേണ്ടി നന്മകൾ പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാക്കുന്നുണ്ട്? വലിയ സന്തോഷം നൽകുന്നുണ്ട്. മനസ്സ് കലുഷിതമാവുന്ന ഘട്ടത്തിൽ, അസ്വസ്ഥമാവുന്ന ഘട്ടത്തിൽ അപ്പോഴാണ് മനുഷ്യൻ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഒരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്നത്. അതായത് നമുക്ക് എന്തുണ്ട്? ഒരു ഹാർമോണിയസ് ലൈഫുണ്ട്. ആ ഹാർമോണിയസ് ലൈഫിലേക്ക് എത്തണമെങ്കിൽ പോസിറ്റീവായ സ്ട്രോക്സ് നിരന്തരം നമ്മുടെ മക്കൾക്കും ഭാര്യമാർക്കൊക്കെ കിട്ടണം. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുന്ന സമയത്ത് എപ്പോഴും നെഗറ്റീവായ സംസാരങ്ങളാണ് നടക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ നെഗറ്റീവ് തന്നെയാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഭർത്താവിൻ്റെ മനോനിലയെയും ആത്മവിശ്വാസത്തെയും ജോലിയെയും അയാൾ ഇടപെടുന്ന എല്ലാറ്റിനെയും ബാധിക്കുന്നുണ്ട്. അത് തിരിച്ചാണെങ്കിലും, അതായത് ടോക്സിക് പീപ്പിൾ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഞാൻ കൗൺസിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാവാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിരന്തരം ടോക്സിക്കായ, പോയിസണസായ, വളരെ വിഷലിപ്തമായ സംഭവങ്ങളും കാര്യങ്ങളും ആണ് കേൾക്കുന്നത്. നമുക്ക് മനസ്സുള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലേക്ക് തട്ടുന്നു. അപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞ് ആ കേസ് പിരിച്ചുവിടുമ്പോഴേക്ക് എൻ്റെ മാനസികാവസ്ഥയിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് പിടിച്ചു നിർത്താൻ നമ്മെ സഹായിക്കുന്നത് ആത്മീയമായിട്ടുള്ള ചൈതന്യവും ആത്മീയമായ തവക്കുലുമാണ്. എന്നാൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വേറെ ഒരു തലത്തിലാണ് ജീവിക്കുന്നതും വളരുന്നതും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് റിലാക്സ് ചെയ്യേണ്ടത് എങ്ങനെ എന്നവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ ലഹരിയിലേക്കും മദ്യപാനത്തിലേക്കും മോശപ്പെട്ട കാഴ്ചയിലേക്കും ഒക്കെ പോകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ധാർമ്മികമായൊരു മൂല്യബോധം അത് മക്കൾക്കുണ്ടാവുക, കുടുംബത്തിലുണ്ടാവുക എന്നതാണ് ഇതിന് പരിഹാരമായി നമുക്ക് ആദ്യം തന്നെ നിർദ്ദേശിക്കാനുള്ളത്. സാർ ഇത് പറയുമ്പോൾ അപ്പോൾ മാധ്യമങ്ങൾക്കൊരു ഇഷ്യൂ കിട്ടുമ്പോൾ ആ സമയത്ത് അത് ഒരു വാർത്തയായിട്ട് അതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ ആ ചർച്ച ചെയ്യുന്നതോടൊപ്പം ഒരു പരിഹാരം പലപ്പോഴും നിർദ്ദേശിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നല്ല ഒന്നാമതായിട്ടുള്ള പരിഹാരം എന്നത് ധാർമ്മിക മൂല്യങ്ങൾ അഥവാ മതപരമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പത്രങ്ങൾ, ഇപ്പോൾ ആ ഒരു കോട്ടയം ജില്ലയിലെ നഴ്സിംഗ് കോളേജിൽ നടന്ന ആ റാഗിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ
മറ്റു പല ക്യാമ്പസുകളിലും വന്ന റാഗിങ് വാർത്തകൾ അതിൻ്റെ തൊട്ട് പിന്നിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ചെയിനായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മീഡിയകൾ ചർച്ച ചെയ്യുന്നു, പത്രങ്ങളിലൂടെ വാർത്ത വരുന്നു. പക്ഷേ ചർച്ച വരുന്നു, കോലാഹലം ഉണ്ടാക്കുന്നു, ആൾക്കാർക്കിടയിൽ ബഹളം ഉണ്ടാക്കുന്നതിനപ്പുറം ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ല, അവിടെ ഇത്തരം ചർച്ചകൾ നിരന്തരം കേൾക്കുമ്പോൾ അത് തെറ്റ് സാർവത്രികമാക്കാനും അത് ബിലിറ്റിൽ ചെയ്യപ്പെടാനും, അതായത് ഒരു സ്ഥലത്ത് ഒരു കോളേജിൽ നടക്കുന്നു, ഒരു ഹോസ്റ്റലിൽ നടക്കുന്നു, സമാനമായിട്ടുള്ള സംഭവം മറ്റൊരു സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്, അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ വേറൊരു സ്ഥാപനത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുജനത്തിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇറ്റ് ഈസ് എ നോർമൽ കേസ്. അപ്പോൾ തെറ്റ് സാമാന്യവൽക്കരിക്കപ്പെടുക എന്നുള്ള വലിയ ഒരു തിന്മ ഇവിടെ ഈ മീഡിയ നിർവഹിക്കുന്നത് മീഡിയ കാണാതെ പോകുന്നുണ്ട്. സത്യത്തിൽ മീഡിയ നിർവഹിക്കുന്നത് എന്തായിരിക്കും? ഇത് ഹൈലൈറ്റ് ചെയ്ത് ഇത് ഇല്ലാതാക്കാനാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ലഹരിയെ സംബന്ധിച്ച് നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ തിന്മയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ രീതിയെക്കുറിച്ചും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് പറയുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളത് പറയുന്നത്. പക്ഷേ ഒരു ന്യൂനപക്ഷമെങ്കിലും ഇത് കേട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കൂടി പഠിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആനിൽ ഈ മ്ലേച്ഛകരമായ കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത്, അല്ലേ? പിന്നെ സൂറത്ത് നൂറിൽ കാണാൻ സാധിക്കുമല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദം പ്രചരിപ്പിച്ചപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആയത്തിൽ കാണാം, സത്യവിശ്വാസികൾക്കിടയിൽ സത്യവിശ്വാസിനികളുടെ ഉമ്മമാരെ സംബന്ധിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് ഈ ലോകത്തും പരലോകത്തും ക്രൂരമായ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ ഉണ്ട് എന്നൊക്കെ പറയുന്നത്, ഈ തെറ്റുകൾ വ്യാപിപ്പിക്കാൻ നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. കാരണം അത് സമൂഹത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രിമിനൽസ് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് സിനിമകൾ ഈ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ സിനിമകൾ കുട്ടികൾ കാണുന്നുണ്ട്. കുട്ടികൾ കാണുമ്പോൾ ഈ വില്ലൻസിനെ അല്ലെങ്കിൽ ഇത്തരം ആഭാസങ്ങളിൽ വ്യാപൃതരാവുന്ന ഹീറോസ് അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് ഞങ്ങൾക്ക് കൂടി ആയിക്കൂടാ? കാരണം കൗമാരം എന്ന് പറയുന്നത് പലപ്പോഴും പക്വത എത്താത്തതാണ്. അപ്പോൾ അത് ശരിയും തെറ്റും എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതൊരു വ്യക്തിയിലും ഒരു സമൂഹത്തിലും ഉണ്ടാക്കുന്ന പിന്നെ മോശപ്പെട്ട പ്രതിഫലനങ്ങൾ എന്ത് എന്നൊന്നും കുട്ടികൾ ചിന്തിക്കില്ല. അപ്പോൾ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നു, സിനിമയിലുള്ള താരങ്ങളെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇമിറ്റേറ്റ് ചെയ്ത് അവർ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് റീൽസായിട്ട് പുറത്തു വരുന്നു. അതൊരുപാട് ആളുകൾ കാണുന്നു. കാണുമ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റിയൽ ലൈഫ് എന്നുള്ളത് റിയൽ ലൈഫാണ്, അല്ലേ? ഇപ്പോൾ ഈ അടുത്ത് വാലൻറ്റൈൻസ് ഡേ, അല്ലേ? അതിനോടനുബന്ധിച്ച് വേറെ കുറേ ഘട്ടങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ മീഡിയ പരിചയപ്പെടുത്തുന്നത്. അതിനെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ ആദ്യം പ്രണയം ജനിക്കാൻ വേണ്ടി റോസ് ഡേ, അല്ലേ? ഇതൊന്നും ആ ടേംസ് തന്നെ പറയാൻ ഉദ്ദേശിക്കില്ല. അങ്ങനത്തെ കുറേ ടേംസുകൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു കച്ചവടമുണ്ട്. കാരണം ഒരുപാട് യുവാക്കളും യുവതികളും പ്രണയിച്ചിട്ടില്ല എങ്കിൽ പ്രണയിക്കണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പ്രണയം നടക്കുമ്പോൾ എന്തുണ്ടാവും? മാർക്കറ്റിൽ അതിൻ്റെ ഒരു അലയൊലി ഉണ്ടാവും. കാരണം ഇവരൊക്കെ അതുമായി അനുബന്ധിച്ചുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ഒരു ന്യൂറോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിൻ്റെ പിന്നിലില്ലേ, അല്ലേ? ഇപ്പോൾ ഒരാൾ ഒരു ഉൽപ്പന്നം, ഇപ്പോൾ ബ്യൂട്ടി അല്ലെങ്കിൽ കോസ്മെറ്റിക് മെറ്റീരിയൽ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഒരു വലിയ നന്മ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഞാനത് ഉപയോഗിക്കുന്നില്ല, അപ്പോൾ എനിക്ക് കൂടി ഉപയോഗിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആ പരസ്യത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതുപോലെ പ്രണയിക്കാത്ത ഒരാൾ ഞാനും പ്രണയിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു മെസ്സേജ്, അല്ലേ? പ്രണയിക്കാത്ത കുട്ടി ക്യാമ്പസിൽ ഞാൻ പ്രണയിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഒന്നിനും പറ്റില്ല എന്ന് സഹപാഠികൾ സുഹൃത്തുക്കൾ പറയുമ്പോൾ ആ പ്രണയമില്ലാത്ത കുട്ടി പോലും എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കപ്പെടുകയാണ്, എനിക്കും പ്രണയിക്കണം, അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ നിന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെടും, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടും, എന്നെ ആരും മൈൻഡ് ചെയ്യൂല. അപ്പോൾ പല സന്ദർഭത്തിലും കുട്ടികൾ തെറ്റ് ചെയ്യാനുള്ള ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ പ്രഷറുമാണ്. ഇത് ഏത് തിന്മൻ്റെ പിന്നിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഐ ആം ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ക്ലാസ്മേറ്റ്സ്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ റാഗിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നതിനേക്കാൾ ഭീകരമുള്ള മറ്റൊരു അവസ്ഥ,
അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം സ്കൂളുകളിലൊക്കെ സെൻഡ് ഓഫിൻ്റെ സമയമാണിപ്പോൾ. സെൻഡ് ഓഫുകൾ എന്ന് പറയുമ്പോൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മനസ്സിൽ ആധിയാണ്. കാരണം അടിച്ച് പിരിയുക എന്നതാണ് പല ക്യാമ്പസുകളിലും, അത് സ്കൂളുകളാവട്ടെ കോളേജുകളിലാവട്ടെ കാണാറുള്ളത്. ഞാൻ മുമ്പൊരിക്കൽ ഷെയർ ചെയ്തൊരു കാര്യം ഒന്നുകൂടി ഷെയർ ചെയ്യാം. 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിദ്യാലയത്തിലൊരു കുട്ടി ഒരസുഖം വന്നപ്പോൾ അവനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഞാനും വേറൊരു അധ്യാപകൻ കൂടിയിട്ടാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ക്യാമ്പസിൽ നിന്നും അവരുടെ ഫൈനൽ ഡിഗ്രി കഴിഞ്ഞ് പുറത്തു പോകുന്നതിൻ്റെ സെലിബ്രേഷൻ നടത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ ക്രൂരമായ പല വിനോദങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ തൻ്റെ സഹപാഠിയുടെ ഷർട്ട് ബ്ലേഡോ എന്തോ വെച്ച് കീറിയതാണ്. പക്ഷേ അവൻ പുറത്ത് വരഞ്ഞതിന് പകരം ഇയാൾ നേരെ തിരിയുമ്പോൾ ആ ബ്ലേഡ് കൊണ്ടത് മുഖത്ത് നിന്ന് ഇവിടെ നിന്ന് നെറ്റിയിൽ നിന്ന് ഇങ്ങനെ വരച്ച് വന്നിട്ട് ഇവിടെ അവസാനം ഡോക്ടർ മുന്നിൽ വന്നിട്ട് 3 ആൾക്കാർ വന്നിട്ട് വിറക്കണം. കാരണം ഡോക്ടറാണെങ്കിൽ നന്നായി അവരെ ചവിട്ടിയുണ്ട്. ഇതെങ്ങാനും ആ കണ്ണിന് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വളരെ അവരോട് ആക്കുന്നുണ്ട്. അവസാനം പറയുന്നുണ്ട്, ഇത് മുറിവ് കുറച്ച് ആഴത്തിലാണെന്നുണ്ട്, ഇവിടെ ഇതൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്, നിങ്ങൾ തൊട്ടടുത്ത ടൗണിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഡോക്ടർ റെഫർ ചെയ്യാൻ. അപ്പം ഇത് പറഞ്ഞ് ഡോക്ടർ അവരോട് പറയുമ്പോൾ കൂടെ വന്ന അല്ലെങ്കിൽ വരച്ച ആൾക്കാരോ അല്ലെങ്കിൽ കൊണ്ടുവന്ന ആൾക്കാരാണല്ലോ ഉണ്ടാവുക. അവർ പിന്നീട് എന്ത് ചെയ്യും, അഥവാ വരും വരായികളെക്കുറിച്ച് ആലോചിക്കുന്നില്ല നമ്മുടെ കുട്ടികൾ എന്നതൊരു വലിയ സാറേ ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അവരുടെ ശരീരത്തിൽ ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ വരും വരായ്മകളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. അവരുടെ പ്രായം അതാണ്. അതുകൊണ്ടാണല്ലോ ഒരു അധ്യാപകൻ്റെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് കൊലവിളി നടത്തിയത് അല്ലേ. അപ്പോൾ അതിൻ്റെ വരും വരായ്മ എന്താണ് എന്ന് ആ കുട്ടികൾ ആ സമയത്ത് മനസ്സിലാക്കുന്നില്ല. നീ ലഹരിക്ക് അടിമപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ പറയും വേണ്ട, ലഹരി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇതൊക്കെ ആവാം, എൻ്റെ അധ്യാപകനോട് ഞാനത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഉദ്ഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന അല്ലേ. ഉമ്മയെ തല്ലിയിട്ടുണ്ടെങ്കിലും 2 അഭിപ്രായം എന്ന് പറഞ്ഞതുപോലെ ആ അധ്യാപകനത് കിട്ടേണ്ടതാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ക്രിമിനൽ എന്നുള്ളത് അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ വളർത്തുന്ന രൂപത്തിലും അതിനെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കുട്ടികൾ, ഞാനും ആ ഒരു വില്ലൻ റോളിലേക്ക് വന്നെങ്കിൽ മാത്രമേ എനിക്കൊരു സോഷ്യൽ റെക്കഗ്നിഷൻ, സമൂഹത്തിൽ നിന്നൊരു അംഗീകാരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റ് കുട്ടികൾക്കിടയിൽ ഞാൻ അംഗീകരിക്കപ്പെടുള്ളൂ. മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണം, ഞാനൊരു ലീഡർ ആവണം. ആ ലീഡർഷിപ്പ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്യണം. ഇന്ന് അത്തരത്തിലുള്ള സിനിമകൾ വർദ്ധിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ആ സിനിമ കുട്ടികളുടെയൊക്കെ നാവിൻ തുമ്പിലുണ്ട്, അവരത് കാണുന്നുണ്ട്. ആ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു പ്രതിഫലനം അവരുടെ ക്യാരക്ടർ മോൾഡിങ്ങിലുണ്ടാവും. ഇത് രക്ഷിതാക്കളൊക്കെ അറിയില്ല. രക്ഷിതാക്കൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്തൊക്കെ കാണുന്നു അല്ലേ അതറിയില്ല. കുട്ടികളൊരു ലോകത്തും രക്ഷിതാക്കൾ വേറൊരു ലോകത്തുമാണ്. അപ്പോൾ 2 പാരലൽ വേൾഡ് ഇവിടെ ഉണ്ട്. കുട്ടികളുടെ ലോകം ഒന്നും രക്ഷിതാക്കളുടെ ലോകം വേറൊന്നുമാണ്. ഈ രക്ഷിതാക്കൾക്ക് ഈ പ്രായത്തിലുള്ള വളർന്നു വരുന്ന നമ്മുടെ ഈ ജനറേഷനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു ബേസിക് റീസണാണ്. പിന്നെ ഈ കുട്ടികൾ ഈ സ്നേഹം കാണണമല്ലോ, അനുഭവിക്കണമല്ലോ. അത് പലപ്പോഴും വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടാതെ വരുന്നുണ്ട്. അതിന് കാരണം എന്താ, അപ്പോൾ ഈ അടുത്ത് ഞാനൊരു കുട്ടിയുടെ സൂയിസൈഡ് അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഡീൽ ചെയ്തപ്പോൾ ഭർത്താവ് പറഞ്ഞൊരു സംഗതി, ഞാൻ നിത്യ ജോലിക്ക് പോകുന്ന ആളാണ്, എനിക്ക് കുറേ കടങ്ങളുണ്ട്, ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഭാര്യ അവൾക്ക് ഞാൻ ഇന്ന ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ല എന്നുള്ള പരാതിയാണ് അവൾ നടത്തുന്നത്. ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ട്, പക്ഷേ അവൾ എൻ്റെ സാമ്പത്തികാവസ്ഥ മനസ്സിലാക്കണ്ടേ. ഞാൻ ഓരോ ദിവസവും എനിക്കൊരു 800-1000 രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊരു നല്ല ശതമാനവും ഞാൻ ചിലവഴിക്കുന്നത് എൻ്റെ കടം വീട്ടാനാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, അതിനെ സംബന്ധിച്ചിടത്തോളം മക്കളെ പോറ്റണം, ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണം, ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടത് രക്ഷിതാവാണ്. ഇതിനിടയിൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ റിയൽ ലൈഫുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. അപ്പോൾ ഇത്തരം കാര്യം രക്ഷിതാക്കളോട് പറയുമ്പോൾ അവർ 2 അറ്റം കൂട്ടിമുട്ടാൻ വേണ്ടി ഓടുമ്പോൾ രക്ഷിതാവിന് ഈ കുട്ടിയുടെ സംസാരം കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. കാരണം ഹീ ഗെറ്റ്സ് ഫ്രസ്ട്രേറ്റഡ് അല്ലേ. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ നമ്മളെ കയ്യിൽ പൈസ അല്ലെങ്കിൽ ഭാര്യ എന്ത് കിന്നാരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ ഈ ഒരു മനഃശാസ്ത്രപരമായ കാര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യത്തെ ഒരു റീസൺ പറഞ്ഞത് പാരൻ്റൽ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് ഇപ്പോൾ നമ്മൾ പിയർ ഗ്രൂപ്പിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പലപ്പോഴും കുട്ടികൾ അവിടെ ഒരു ഹീറോയിസം കാണിക്കാൻ വേണ്ടി വരുമ്പോൾ അത് ഇതുപോലുള്ള ക്രൂര വിനോദങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സിനിമകൾ അങ്ങനെയുള്ള വില്ലൻ പരിവേഷങ്ങൾ നൽകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടികളിൽ ഇതുപോലെയുള്ള മനസ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ കാരണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇനിയും സമൂഹം അറിയേണ്ട, നമ്മൾ പീസ് റേഡിയോ പ്രേക്ഷകർ അറിയേണ്ട കാരണങ്ങളുണ്ടെങ്കിൽ അതൊന്ന്. വലിയൊരു കാരണം ഫാമിലി കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഫാമിലി കോൺഫ്ലിക്റ്റ് ആണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വീട്ടിലുണ്ടാവുന്ന അടിയും പിടിയും അല്ലേ. ചില ഉപ്പ അല്ലെങ്കിൽ ചില ഉമ്മമാർ അവരുടെ സ്വഭാവം വളരെ മോശമാണ്. കാരണം വളരെ ഇറുകി ജീവിക്കുന്ന, വളരെ പ്രയാസത്തോടു കൂടി ജീവിക്കുന്ന കുട്ടികളുണ്ട്. കാരണം വളരെ ക്രൂരമായിട്ട് പെരുമാറുന്ന രക്ഷിതാക്കളുണ്ട്. അവരുടെ ദേഷ്യം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഉമ്മയെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, മക്കളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ആ പീഡനത്തിനിടയിലാണ് കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കിത് റിപ്പോർട്ട് ചെയ്തുകൂടാന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട്, അത് ഞങ്ങളുടെ ഉപ്പല്ലേ, അത് ഞങ്ങളുടെ ഉമ്മല്ലേ. അപ്പോൾ അവർ ഒരു പ്രഷർ കുക്കർ പോലെ ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ, ട്രോമകൾക്ക് നടുവിലാണ് ഈ കുട്ടികൾ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും ഈ മാനസികവും ശാരീരികവുമായിട്ടുള്ള മുറിവുകൾ അവസരം കിട്ടുമ്പോൾ പുറത്തേക്ക് വരും. ഇപ്പോൾ 10ാം ക്ലാസ് വരെ ഒരു കുട്ടിയെ നമുക്ക് കൺട്രോൾ ചെയ്യാം, 12ാം ക്ലാസ് വരെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ കോളേജിലേക്ക് പുറത്തേക്ക് കൂട്ടി പോവുകയാണ്. ആ പുറത്തേക്ക് കുട്ടി പോകുമ്പോൾ തനിക്ക് കിട്ടിയിട്ടുള്ള ഈ പീഡനങ്ങൾ മുഴുവൻ, ഈ ട്രോമ മുഴുവൻ അവന് നീക്കാരോടാണ്? സമൂഹത്തോടാണ്. പലപ്പോഴും റാഗിങ് എന്നുള്ളത് ക്രൂരത കാണിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കുട്ടികൾക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ക്രൂരമായൊരു പശ്ചാത്തലത്തിൽ അവർ വളർന്നിട്ടുണ്ടാവാം അല്ലേ. സ്നേഹം എന്നുള്ള വികാരം കിട്ടാതിരിക്കുമ്പോൾ, അത് ആസ്വദിക്കാതിരിക്കുമ്പോൾ ഈ സമൂഹത്തോട് തന്നെ ഒരു തരം വെറുപ്പ്, ഒരു തരം റിവെഞ്ച്, പ്രതികാരദാഹം അല്ലേ. പ്രതികാരദാഹം ഉണ്ടാക്കുന്ന ഒരു എന്താണ് ആസ്വാദന തലങ്ങളെ ഡിസ്കസ് ചെയ്യുന്നു, അതിനെ പർവ്വതീകരിക്കുന്നു, അത് കാണിച്ചു കൊടുക്കുന്നു, അത് ഹൈലൈറ്റ് ചെയ്യുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ അല്ലേ. വാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ, വാശി കാണിച്ചാൽ കിട്ടുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നേടാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുകയാണ്. അതുകൊണ്ട് അവർ വാശി കാണിക്കുന്നു. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് കുട്ടികൾ ക്രിമിനൽ മൈൻഡിലേക്ക് പോകാനുള്ള മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ചും പാരൻ്റൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് ഇതുപോലുള്ള മേഖലയിലേക്ക് എത്തി ഹീറോ ആവണം, അല്ലെങ്കിൽ എന്നെയും അവർ അംഗീകരിക്കണം എന്ന തരത്തിൽ. പിന്നെ മീഡിയകളുടെ അതിപ്രസരം, അതും നമ്മൾ പറഞ്ഞു. ഇതുപോലെ ഇനിയും റീസണുകളുണ്ട്. മീഡിയ എന്ന് പറഞ്ഞാൽ, മീഡിയയിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ നല്ലതിന് സാക്ഷിയാവുക എന്നുള്ളത്, നല്ലത് കേൾക്കുക, നല്ലത് വായിക്കുക. വായനപ്പം മരണപ്പെട്ടു അല്ലേ. പണ്ട് കാലത്തൊക്കെ നമ്മൾ വായിക്കുക എന്നുള്ളത് ഒരു തപസ്സാക്കി കണ്ട കാര്യം, ഇന്നത്തെ കുട്ടികളോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തയ്യാറല്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പരീക്ഷയ്ക്ക് അനുബന്ധിച്ചുള്ള വായന ഉണ്ട്, അല്ലാതെ വായിക്കുക എന്നുള്ളതൊരു ശീലമല്ലല്ലോ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പാഠപുസ്തകത്തിൻ്റെ അപ്പുറത്തേക്കുള്ള വായനകൾ വളരെ കുറവാണ്. അല്ല, പാഠപുസ്തകം തന്നെ വായിക്കില്ല, പുറമേക്കുള്ള വായന പറ്റ മരണപ്പെട്ടു. അപ്പോൾ വായനയിൽ കൂടിയാണല്ലോ നമുക്ക് ഒരുപാട് നല്ല സന്ദേശങ്ങൾ കിട്ടുന്നത് അല്ലേ. പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ ജീവിതം, അവരുടെ ചരിത്രം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വായനയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ കുട്ടികൾക്കില്ല. പിന്നെ അവർക്ക് ആകെയുള്ള സോഴ്സ് എന്താണ്? സ്ക്രീനാണ്, മൊബൈലാണ്, അല്ലെങ്കിൽ ഗെയിമാണ്. ഗെയിം അഡിക്ഷൻ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇന്ന് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുക, ചെറിയ കുട്ടികൾ കാണുന്ന ഫ്രീ ഫയർ പോലെയുള്ള ഗെയിമുകൾ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കൂ. അതിൽ കൂടി പബ്ജി, ഇതൊക്കെ കുട്ടികളിൽ വയലൻസാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിനക്കറിവില്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ നീ പോകാൻ പാടില്ല. നിൻ്റെ കാഴ്ച, നിൻ്റെ കേൾവി, നിൻ്റെ ഹൃദയം എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അല്ലേ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ക്ലാസ്സിൽ നമ്മൾ 1 മണിക്കൂർ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, അയാൾ പറയുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവായ കാര്യങ്ങളുണ്ടാവും. അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തും. ഇതുണ്ടാവുന്ന കാര്യമല്ലേ. ഇന്നത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സാരോപദേശങ്ങൾ, നന്മകൾ
കൃത്യമായിട്ട് ഇരുന്ന് കേൾക്കാൻ എവിടെയാണ് അവസരം? എവിടെയാണ് അവരുള്ളത്? അറ്റൻഷൻ സ്പാൻ കുറഞ്ഞില്ലേ അല്ലേ? ഒരാൾ ഒരു നല്ല രൂപത്തിൽ ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശം കേൾക്കാനുള്ള അവസ്ഥ അല്ല, അത് തന്തവൈബായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. എല്ലാറ്റിനും ധൃതിയാണ്. ക്ഷമ എന്നുള്ളത് തീരെയല്ല അല്ല. ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കിട്ടിക്കൊള്ളണം. പറഞ്ഞ കാര്യം ഉടനെ കിട്ടുകയാണ്. ഒന്നിനും ഒരു റിസ്ക് എടുക്കാൻ മക്കൾ തയ്യാറല്ല അല്ലേ? ലോകത്ത് ഏതൊരു കാര്യവും നടക്കണമെങ്കിൽ ടൈം എടുക്കില്ലേ? റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞ പോലെ റോം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ലല്ലോ. നമ്മളെ കുട്ടികൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾ ചോദിക്കുമ്പോഴേക്ക് വാങ്ങിക്കൊടുക്കുന്നു. അവർക്കൊരു ഉത്തരവാദിത്വ ബോധമല്ല, അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറില്ല. അവരുടെ ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്ന നിമിഷം വരെ അധ്വാനിക്കുകയാണ്. ആ അധ്വാനം കണ്ടിട്ട് പോലും മനസ്സ് ഇളകുന്നില്ല മക്കൾക്ക്. കാരണം എന്താണ്? അവരുടെ ലോകത്ത് സഞ്ചരിക്കുകയാണ്. അവർ കാണുന്ന റീൽസാണ് അവരുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വലിയ ഒരു യൂട്യൂബ് താരമാവണം, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആവണം, പണം സമ്പാദിക്കണം. കുറേ ആളുകളുടെ ഏറ്റവും വലിയ നിയ്യത്ത് എന്താ? പണമാണ് ഡിഗ്നിറ്റി. ഈ പണം എങ്ങനെ ഉണ്ടാക്കാം? അത് ഹലാലാവണോ ഹറാമാവണോ ഒന്നുമില്ല. ഈ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഓരോ ഘട്ടത്തിലും കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു ഗൈഡൻസും സപ്പോർട്ടും പാരൻസിൽ നിന്നുണ്ട്. അതിന് പാരൻസ് അവെയർഡ് ആവണം. പാരൻസ് തന്നെ ഒരു കഥയില്ലാത്ത ജീവിതമല്ലേ നയിക്കുന്നത്? ഒരു കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ എന്ത്? കുട്ടി ഗർഭം ധരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടതെന്ത്? പ്രസവിച്ചതിന് ശേഷം കൊടുക്കേണ്ടതെന്ത്? ഓരോ പ്രായത്തിനും അനുസരിച്ച് കൊടുക്കേണ്ടതെന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വയസ്സ് വരെ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യം എന്താ പഠിപ്പിച്ചു? 14 വയസ്സ് വരെ എന്ത് പഠിപ്പിച്ചു അല്ലേ? നമ്മുടെ അടിയൊക്കെ ഏകദേശം 10 വയസ്സിന് മുമ്പ് തന്നെ തീർന്നിട്ടുണ്ടാവും. ഒരു കുട്ടിയെ അടിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത് അത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണെങ്കിൽ 10 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച ആ ഒരു ശൈലിയിൽ കൂടിയല്ല നമ്മൾ പോലും നമ്മുടെ മക്കളെ വളർത്തുന്നത്. നിരന്തരം അടിക്കുന്ന രക്ഷിതാക്കളുണ്ട് അല്ലേ? ദേഷ്യം കൊണ്ട് കലി തുള്ളുന്ന ഘട്ടത്തിൽ എന്താണോ അവരെ കയ്യിൽ കിട്ടുന്നത് അങ്ങനെ അടിക്കുക. ഇപ്പോൾ ബാത്റൂമിൽ കുറച്ച് നേരം പോയി ഇരുന്നു. കൗമാരത്തിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാത്റൂം റിസർച്ച് എന്നുള്ള അവൻ്റെ ഒരു ശൈലിയായിരിക്കും അല്ലേ? കൗമാരം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായപൂർത്തിയാവുന്ന ഘട്ടത്തിൽ സെക്സിനോട്, ലൈംഗികതയോട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അവന് ടോയ്ലറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റേതായ നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി അവൻ കുറച്ചധികം സമയം, അപ്പോൾ അവിടെ പോയിട്ട് തട്ടി പൊളിച്ച് കുട്ടിയെ പുറത്തെടുത്തിട്ട് ക്രൂരമായി അടിക്കുക. ഇതൊക്കെ ചെയ്യുന്ന വിവരമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരിൽ ഉണ്ടാക്കുന്ന ഷോക്കുണ്ട്. അപ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക? സമൂഹത്തോടും കുടുംബത്തോടും ഒരു തരം നീരസം, ഒരു തരം റിവെഞ്ചാണ് ഉണ്ടാവുക. ആ റിവെഞ്ചാണ് പിന്നെ അവരുടെ ലോകത്തേക്ക് അങ്ങ് പോവുക. കോളേജിലൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിലും കുടുംബ പശ്ചാത്തലമാണെങ്കിൽ എല്ലാം കൂടി ക്ലബ്ബ് ചെയ്യപ്പെടുമ്പോൾ കുട്ടികളുടെ ക്രിമിനൽ വാസന അല്ലെങ്കിൽ കുറ്റവാസന വർദ്ധിക്കുന്നുണ്ട് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഇപ്പോൾ പല മീഡിയകളും യൂട്യൂബേഴ്സ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കിടയിൽ എന്താ പറയുക, അനാവശ്യമായ കാര്യങ്ങളാണ് അവർ പലപ്പോഴും പ്രൊമോട്ട് ചെയ്യാറുള്ളത്. എന്തിനേയും ഏതിനേയും സാഹചര്യമൊന്നും നോക്കാതെ പ്രതികരിക്കുന്ന, ഒരു പക്ഷേ അവർ ചെയ്യുന്നൊരു തെറ്റിനെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന അവരുടെ പിതാവിനേക്കാൾ ഉപ്പയേക്കാൾ പ്രായമേറിയ ഒരാളാവും. പക്ഷെ അയാളോട് പോലും ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി സംസാരിക്കുകയും ഇടപെടുകയും ഞങ്ങളെ കാര്യം നോക്കാൻ നിങ്ങളാരാണ്, സദാചാര പോലീസാണോ സദാചാര ഗുണ്ടയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ടെൻഡൻസിയും ഇന്നത്തെ സമൂഹത്തിൽ തീർച്ചയായും അതായത് നിയമ സാധുത ലഭിക്കുകയാണല്ലോ. ഇപ്പോൾ ഒരു വിഷയത്തിൽ കുട്ടികളെ നമ്മൾ തിരുത്താൻ പോകുമ്പോൾ തിരുത്തുന്ന ആൾ തെറ്റുകാരനായി മാറുന്നു, തെറ്റ് ചെയ്യുന്ന ആൾ നന്മയുടെ ആളായിട്ടും മാറുന്നു. അപ്പോൾ അധ്യാപകനാവട്ടെ രക്ഷിതാവിനാവട്ടെ അവിടെ തിരുത്താൻ പറ്റുന്നില്ല. കാരണം നിയമസാധുത അല്ലെങ്കിൽ നിയമ സംരക്ഷണം അവർക്ക് കിട്ടുന്നുണ്ട്. ഇത് കുട്ടികൾ പണ്ടൊക്കെ പല നിയമങ്ങളും കുട്ടികൾക്ക് അറിയില്ലായിരുന്നു അല്ലേ? പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകർ നമ്മളെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അടിച്ച് ചിലപ്പോൾ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ആരും കേസ് കൊടുക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പോയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള അറിവുമില്ല. ഇന്ന് ഓരോ കുട്ടിക്കും അതിനെ സംബന്ധിച്ചുള്ള അറിവ് വളരെ കൂടുതലാണ്. അപ്പോൾ സാറോട് കയർത്തുകൊണ്ട് കുട്ടി പറയുകയാണ്, എന്ത് ബാലാവകാശ കമ്മീഷനുണ്ട്,
ഇത് ക്രൂരത പറയണ്ടെന്നോ റിപ്പോർട്ട് ചെയ്യേണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്തിനും ഏതിനും അധ്യാപകൻ്റെ മുകളിൽ കയറുന്ന അല്ലെങ്കിൽ അവരോട് പ്രതികരിക്കുന്ന ഒരവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകുന്നു. രക്ഷിതാക്കളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകനെ ഇകഴ്ത്താൻ രക്ഷിതാവും തയ്യാറാവുന്നുണ്ട്. അതൊരു വലിയ കാരണമല്ലേ? സ്വാഭാവികമായിട്ടും ഇതൊക്കെ നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദിനം പത്രങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനുള്ള പരിഹാരം ധാർമ്മിക ബോധം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരോട് നിർദ്ദേശിക്കാൻ പറ്റിയുള്ള കുറച്ച് സൊല്യൂഷനുകൾ കൂടി നമ്മൾ കൊടുക്കേണ്ടതില്ലേ? അല്ല, സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് ഒരു കുട്ടി പോകാൻ ഉണ്ടാവുന്ന വേറെ ചില കാരണങ്ങൾ കൂടി. അതിൽപ്പെട്ട ഒന്നാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, പിന്നെ കണ്ടക്റ്റ് ഡിസോർഡർ എന്നൊക്കെ പറയും. കുട്ടികൾ സ്കൂളിലാണെങ്കിൽ ഒരുപാട് ഉത്കണ്ഠകൾ അവരനുഭവിക്കുന്നുണ്ട്. അധ്യാപകരിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന കൂടെയുള്ള കുട്ടികളിൽ നിന്ന്. ഇപ്പോൾ ബുള്ളിങ്, കളിയാക്കുക അല്ലേ? ചില കുട്ടികൾക്ക് ഈ കളിയാക്കുക എന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുക, നിരന്തരമായി ഇൻസൾട്ട് ചെയ്യപ്പെടുക. ഇപ്പോൾ മതനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു കുട്ടി, മതപരമായ ചിട്ടകളുണ്ട്, നിസ്കാരമുണ്ട്, വേഷവിധാനം നല്ലതാണ്, എന്നാൽ അതിനെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അതിനെ കളിയാക്കുന്ന, അതിനെ ഇകഴ്ത്തുന്ന രൂപത്തിൽ ഭൂരിപക്ഷം ആളുകളും പെരുമാറുമ്പോൾ മതബോധമുള്ള അല്ലെങ്കിൽ മതനിഷ്ഠയിൽ ജീവിക്കുന്ന കുട്ടി പ്രതിക്കൂട്ടിലാവുകയാണ്. കാരണം ഞാൻ നല്ല രൂപത്തിൽ നമസ്കരിക്കാൻ പോകുന്നുണ്ട്, ആരാധനകളിൽ വ്യാപൃതയാവുന്നുണ്ട്, നല്ല വേഷം ധരിക്കുന്നുണ്ട്, പക്ഷേ സമൂഹത്തിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് അത് ഉൾക്കൊള്ളുന്നില്ല, അവരത് കളിയാക്കുകയാണ്. അപ്പോൾ ഒരു സോഷ്യൽ ഐസൊലേഷൻ എന്നുള്ള ഒരു ഘടകം അവിടെ വരുന്നു. സാമൂഹ്യമായി ഒറ്റപ്പെടുക അല്ലേ? സാമൂഹ്യമായി ഒറ്റപ്പെടുക എന്നുള്ളത് വലിയ വേദന ഉണ്ടാക്കും. അതായത് ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, 40 കുട്ടികളിൽ ഞാൻ ഏകയാണ്, എന്നെ ആരും കമ്പനിക്ക് കൂട്ടുന്നില്ല. ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സാർ അധ്യാപകനാണല്ലോ, ഒരു കുട്ടി ഒറ്റപ്പെടുത്തപ്പെടുന്നു അല്ലെങ്കിൽ ആരും എന്നെ കമ്പനിക്ക് വിളിക്കുന്നില്ല, അവരുടെ ചർച്ചയിൽ എന്നെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് വരുമ്പോൾ കുട്ടി മാനസികമായി തളർന്നു പോകും. അപ്പോൾ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയിലേക്ക് ഈ കുട്ടികൾ എത്തുന്നുണ്ട്. ഇത്തരം ആങ്സൈറ്റി ഡിസോർഡേഴ്സ് പലപ്പോഴും ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് ഒരു കുട്ടി പോവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങൾ, മാനസികാരോഗ്യത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. എന്നാൽ മാനസിക ആരോഗ്യം ശക്തിപ്പെടുത്തുന്ന, എംപവർ ചെയ്യുന്ന ബോധപൂർവമായിട്ടുള്ള പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്ത് പോലും ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന, കുട്ടികളുടെ ആത്മവിശ്വാസം കൊടുക്കേണ്ട ഒന്നാമത്തെ ആളാരാണ്? രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് കിട്ടില്ല, പിന്നെ അധ്യാപകരിൽ നിന്നാണ് രണ്ടാമത് കിട്ടേണ്ടത്, 3 സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസിൽ നിന്നാണ്. ഇത് കിട്ടാതെ വരുമ്പോൾ ആ ഒരു ശൂന്യത അവിടെ ഉണ്ടാവില്ല. അത് നെഗറ്റീവ് തോട്ട്സും ലോ സെൽഫ് എസ്റ്റീമും ഉണ്ടാക്കും. എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു അപകർഷതാബോധം. അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു പൊസിഷനിൽ എത്തുന്നത് നിരന്തരം പോസിറ്റീവ് ഓട്ടോ സജഷൻസ് ഒന്ന് കൊടുക്കണം, 2 സമൂഹത്തിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്നു. എന്നാൽ പല കുട്ടികളും, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സഭാകമ്പമാണ്. ഇനീഷ്യേഷൻ, ഹു വിൽ ബെൽ ദി കാറ്റ്, പൂച്ചക്കാർ മണി കെട്ടും. അവരതിനുള്ളൊരു ധൈര്യമല്ല. ഈ ധൈര്യം കൊടുക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കില്ലേ? കുട്ടികളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യും, അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ആ കുട്ടി ആകെ മാനസികമായി തളർന്നു പോകും. തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ് എല്ലാവരെയും അള്ളാഹ് സൃഷ്ടിച്ചത്. കുട്ടികൾ പ്രത്യേകിച്ച് തെറ്റുകൾ ഒരുപാട് അവരിൽ വരും. അത് തിരുത്തുന്ന ആളുകളാവണം. പ്രത്യേകിച്ച് പ്രണയത്തിലൊക്കെ ഒരു കുട്ടി ചെന്നുപെട്ട് ഉമ്മനോടും ഉപ്പനോടും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ്? അങ്ങനെയുള്ള ഒരു ചതിക്കുഴിയെ സംബന്ധിച്ച് അറിവ് വന്നപ്പോൾ കുട്ടി പോയി പറഞ്ഞതാണ്. പിന്നെ ആ കുട്ടിയെ സംശയിക്കുകയാണ്. അതോടുകൂടി പിന്നെ കുട്ടി ഒറ്റപ്പെടുന്നു. അതായത് ഈ പാരൻസും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സൗഹൃദ അന്തരീക്ഷം, പ്രത്യേകിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് സമാധാനം കിട്ടണം എന്നുള്ളത് അതൊരു വാശിയായിട്ട് നമ്മൾ കാണേണ്ട വിഷയമാണ് അല്ലേ? 2, 3, 4, 5 മണിക്കൂർ വീട്ടിലിരിക്കുമ്പോൾ ആ കുട്ടികളോട് കുരച്ചു ചാടുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന, എപ്പോഴും പ്രശ്ന സങ്കീർണമായൊരു കാലാവസ്ഥ വീട്ടിലുണ്ടെങ്കിൽ
പിന്നെ കുട്ടി ആഗ്രഹിക്കുന്നത് വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി പോകാനാണ്. ചില കുട്ടികളുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കോളേജ് ക്യാമ്പസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സമാധാനം. കല്യാണം കഴിച്ചവർ പോലും, കല്യാണം കഴിച്ച ആളുകൾ അമ്മായിമ്മൻ്റെ പീഡനം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സ്വന്തം വീട്ടിലുള്ള പ്രശ്നം. അപ്പോൾ ആകെ ഒരു സമാധാനം കുട്ടിക്ക് കിട്ടുന്നത് കോളേജ് ക്യാമ്പസിലാണ്. ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും ചില സമയത്തെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ അധ്യാപകരൊക്കെ പറയാറുള്ളത്, വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഈ കുട്ടികളെയൊക്കെ മാനേജ് ചെയ്യുക, എന്താണ് ഇവരെ പഠിപ്പിക്കുക, എങ്ങനെ ഇവരെ ഒന്ന് നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരിക, എന്ത് പറഞ്ഞാലും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ എന്താ പറയുക ഒന്നും മുഖവിലേക്ക് എടുക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതൊക്കെ പലപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്കൊരു ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്ത് അവരുടെ മനസ്സിലൊരു പ്രതികാര വാഞ്ച ഉൾക്കൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ഉള്ളിലുള്ളതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന പേരിലൊക്കെ ആയിരിക്കും ഇതുപോലെ റാഗിങ് ഒക്കെ വരുന്നത്. അതുമാത്രമല്ല ചില കുട്ടികൾ ഹൈലി റിസർവ്ഡ് ക്യാരക്ടേഴ്സാണ്, ഇൻട്രോവേർട്സാണ്. ഉള്ളിൽ അവർ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. ഒരാളോടും അവരത് പറയൂല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് മീ, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, സ്വന്തം പാരൻസിനോട് പോലും പറയാത്ത കുട്ടികളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഈ സൂയിസൈഡിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ ഗ്യാങ്ങിൻ്റെ ഇൻഫ്ലുവൻസ്. ഇപ്പോൾ ഈ ഈ റാഗിങ് ഒക്കെ ആ ഒരു ഗ്യാങ് ഇൻഫ്ലുവൻസ് ആണല്ലോ, ഒരു മോബ് സൈക്കോളജി എന്നൊക്കെ പറയും പോലെ. കൂട്ടുകാരിപ്പോൾ സീനിയേഴ്സായ വിദ്യാർത്ഥികൾ ഒന്നിച്ചു കൂടുമ്പോൾ അവർക്കൊരു സാഡിസ്റ്റിക് പ്ലഷർ അല്ലേ, ഒരാളെ വേദനിപ്പിക്കുമ്പോൾ, അടിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ കരയുമ്പോൾ ഇവർക്കൊരു പ്ലഷർ കിട്ടുന്നുണ്ട്. ആ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നൊന്നും അവരപ്പം ചിന്തിക്കൂല. ഇത് പുറത്തു പോകും, ആളുകൾ അറിയും, കേസ് വരും, അറസ്റ്റ് ചെയ്യപ്പെടും, ഇതൊന്നും അപ്പം ചിന്തിക്കൂല. ഈ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ ഒരു പയ്യൻ വയനാട് ക്രൂരമായി അല്ലേ, ഇതൊക്കെ അതിൻ്റെ റിസൾട്ടാണ്. അതായത് ഈ കുറ്റവാസനയെ പ്രൊമോട്ട് ചെയ്യാണ്. പിന്നെ യുക്തമായ ശിക്ഷാരീതി ഇവിടെ നമ്മളുടെ നാട്ടിൽ ഇല്ലതാനും, അതൊരു വലിയ കാരണമാണ്. ഒരു കുറ്റം ചെയ്ത ആൾ വളരെ പെട്ടെന്ന്, ഇപ്പോൾ ഈ അടുത്ത് ഒരു കൊലപാതകം നിർവഹിച്ച വ്യക്തി പാലക്കാട് ജില്ലയിൽ നമുക്കൊക്കെ അറിയാം, അദ്ദേഹം നാട്ടിൽ വന്നു, ജാമ്യത്തിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പുകഞ്ഞ ആ ക്രോധം അല്ലെങ്കിൽ പൂർവ്വ വൈരാഗ്യം, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ആ കക്ഷിയുടെ അടുത്തുനിന്ന് ഉണ്ടായിന്നാണ് പറയുന്നത്. എന്നാൽ പോലും ആ കക്ഷിയെ പുറത്തേക്ക് വിടുമ്പോൾ പോലീസ് ശ്രദ്ധിക്കേണ്ടതില്ല. ആ കക്ഷി അങ്ങനെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തെറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിയമ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നാണ് നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. എന്തായിരുന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി വെറുതെ കുറേ വാർത്തകൾ സൃഷ്ടിക്കുക എന്നതിനപ്പുറം സമൂഹത്തിനെ ബോധവൽക്കരിച്ച് വളർന്നു വരുന്ന കുട്ടികളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഒരിക്കലും ഇതുപോലുള്ള തൻ്റെ സഹപാഠിയെയോ തൻ്റെ ജൂനിയറായി പഠിക്കുന്ന വിദ്യാർത്ഥികളെയോ ക്രൂരമായി പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യത്വത്തിന്, ഒരു മനുഷ്യന് യോജിച്ചതല്ല, ഒരു വിദ്യാർത്ഥിക്ക് യോജിച്ചതല്ല എന്നുള്ളൊരു ബോധം എല്ലാ മക്കളിലും ഉണ്ടാവണമെന്നുള്ളതാണ്. അതിലൂടെ ഒരു ധാർമ്മികമായ ബോധം കുട്ടികൾക്ക് പകർന്നു നൽകി അതിലൂടെ വളർത്തിയെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള നെറികേടുകൾക്കും വൃത്തികേടുകൾക്കും ഉണ്ടാവൂ എന്നതാണ് സ്നേഹക്കൂടിനും പീസ് റേഡിയോക്കും മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാനുള്ളത്. ധാർമ്മികമായ ശിക്ഷണങ്ങൾ നൽകുക, ഉപദേശങ്ങൾ നൽകുക, മക്കളുടെ കൂടെ നിൽക്കുക. നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നും ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന് നമുക്ക് വേണ്ട നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനനായ സാറിനുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.